ദൈവത്തിൻ്റെ അനുഗ്രഹിക്കുന്നതാകട്ടെ. വീണ്ടും ഒരു ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ കുറിച്ചൊക്കെ ഓർക്കുവാനും അവരോട് നന്ദി പറയുവാനും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന ആ കൂട്ടായ്മ, അതിൻ്റെ സന്തോഷം, അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പം ലോകത്തിൽ ഓരോ ആഴ്ചയും വളരെ പുതിയ പുതിയ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി വളരെ ഓരോരുത്തരുടെ മനസ്സിലെ ആഗ്രഹം അനുസരിച്ച് അതിന് ത്രില്ലിംഗ് ആയിട്ടും ചിലർക്കത് സങ്കടത്തിനായിട്ടും ഒക്കെയും മാറുന്നുണ്ട്. നമുക്കറിയാം, ബൈബിൾ പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ വരവിനെ വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. കർത്താവിൻ്റെ വരവെന്ന് പറയുമ്പോൾ അത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ പേഴ്സണലി നമ്മളെ എങ്ങനെ ബാധിക്കുന്നില്ല. കാര്യം നമ്മൾ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഇല്ലെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു, അല്ലെ അവൻ്റെ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു കഴിഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ അവന് നിത്യജീവന്റെ അവകാശിയായി എന്നുള്ളത് അത് ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ പ്രവചന നിവൃത്തീകരണം വരുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലായിരുന്നു നമ്മുടെ പല പിതാക്കന്മാരും ഈ ലോകം വിട്ടുപോയത്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുവാൻ ഇടയാകും എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. ആ നിലയിൽ അതിനെ കാണുന്നു. എന്നാൽ നമ്മൾ ഇതിനെയൊക്കെ ഓരോന്നും കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ കുറച്ചുകൂടെ തുറക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള നിലയിലും നമുക്കത് ചിന്തിക്കാം. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ബൈബിളിന്റെ തുടക്കം തൊട്ടിങ്ങോട്ട് വരുമ്പോൾ ആദാമിന്റെ ഹവ്വയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാൻ കാരണമായത്? നമുക്കെല്ലാവർക്കും അറിയാം അതിന്റെ കാരണം എന്താണെന്നുള്ളത്. അനുസരണക്കേടാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞു, അത് അവരനുസരിച്ചില്ല. അതിന് വികടമായിട്ട് അതിന് വ്യത്യസ്തമായ രീതിയിൽ അവർ ചെയ്തപ്പോൾ അവരോട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവവുമായിട്ടുള്ള ആ റിലേഷൻ എന്നേക്കുമായി വിട്ടുപോയി. അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങളും പിന്നീട് ഉണ്ടാകുവാനിടയായി. അങ്ങനെയാണ് നമുക്കറിയാം ന്യായപ്രമാണങ്ങളൊക്കെ ഉണ്ടാകുന്നതും അതുകൊണ്ടാണ്. മനുഷ്യന് പാപം ചെയ്തു എന്നുള്ള പറയുമ്പോൾ ആ പാപം എങ്ങനെ ഉണ്ടായി? നമ്മൾ ഒരു കാര്യം അരുത് എന്ന് പറയുമ്പോൾ ആ അരുത് എന്ന് പറയുന്നതിനെ ധിക്കരിക്കുമ്പോൾ അല്ലെ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അവിടെ പാപമായി മാറുന്നത്. നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇവിടുത്തെ അച്ഛനാണല്ലോ ഇതിൻ്റെ അധികാരിയായിട്ട് വരുന്നത്. അച്ഛൻ വന്നിട്ട് പറയുക, നിങ്ങളുടെ കാറുകൾ ഇന്ന സൈഡിൽ പാർക്ക് ചെയ്യണം, ഈ സൈഡ് നിങ്ങൾ ഇടരുത്, അപ്പുറത്തെ സൈഡ് കൊണ്ട് പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതനുസരിക്കുന്നു. എന്നാൽ അനുസരിക്കാത്ത അവർ വേറൊരിടത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ വന്നിട്ട് പറയും, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അവിടെയല്ല ഇടാൻ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു അധികാരി അതിൻ്റെതായ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അത് തെറ്റ് ശരി എന്നും പറഞ്ഞ് അതിനെ വിഭാഗിച്ച് തന്നു കഴിയുമ്പോൾ അതിൽ നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നു അത് അനുസരിക്കുക എന്നുള്ളതാണ്. അവിടെ അനുസരിക്കാതിരിക്കുമ്പോഴാണ് അനുസരണ കേടുണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു തെറ്റുണ്ടാകുന്നത്. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ അനുസരണ കേടിനാലാണ് തുടക്കം തൊട്ട് ഓരോ സംഭവങ്ങളും സംഭവിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം അവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശങ്ങൾ അവർ പാലിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ്. അങ്ങനെ മുമ്പോട്ട് വന്നപ്പോൾ അവിടെ അവർ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റുകളും അല്ല അതിനെക്കുറിച്ചൊക്കെ ഉള്ള ബോധ്യം വരുത്തുവാൻ വേണ്ടി അവർക്ക് 10 കൽപ്പനകൾ കൊടുക്കുവാനിടയായി. ആ 10 കൽപ്പനകളെ ബേസ് ചെയ്താണ് അവരുടെ പാപങ്ങളെ വിഭാഗിച്ചുകൊണ്ടിരുന്നത്. ഈ 10 കൽപ്പനകളെ കുറിച്ച് പഠിക്കുമ്പോൾ 10 കൽപ്പനകളുടെ ഉപവിഭാഗങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ 613 കൽപ്പനകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. 613 കൽപ്പനകൾ.
ഈ 613 കൽപ്പനകളിലെ 248 പോസിറ്റീവായിട്ടും 365 നെഗറ്റീവായിട്ടും. നിങ്ങൾ ഇന്നത് ചെയ്താൽ എന്ന് പറയുമ്പം അത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ വരും, നിങ്ങൾ ഇന്നത് ചെയ്യാതിരുന്നാൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കൽപ്പനകളാണ് ഈ 613 നിന്നും വരുന്നത്. നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെയും ആ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഓരോന്നിനെ വിഭാഗിക്കുന്നത് ഈ ന്യായപ്രമാണത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇന്ന് ലോകത്തിന്റെ നീതിപീഠം, ഞാൻ മുമ്പേ പറഞ്ഞു വന്നൊരു വിഷയം അത് തന്നെയാണ്. ലോകത്തിന്റെ നീതിപീഠവും ഇന്ന് ഫോളോ ചെയ്യുന്നത് ഈ 10 കൽപ്പനകളെ ബേസ് ചെയ്ത് തന്നെയാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അല്ലെ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇതൊക്കെ തെറ്റിക്കുമ്പോൾ അവിടെ എല്ലാം പാപം ഉണ്ടാകുകയാണ്. ആ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മനുഷ്യൻ അന്ന് മുതൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അവർ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് ന്യായപ്രമാണ പ്രകാരം അതിനെ നിവർത്തിക്കുവാൻ കഴിയാതിരുന്നതിനെ അവർ യാഗങ്ങളിൽ ആശ്രയിച്ചു. ദൈവം കൊടുത്തത് തന്നെയാണ് യാഗങ്ങൾ. നമുക്ക് ലേവ്യ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. യാഗം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ പാപപരിഹാരയാഗം, അകൃത്യയാഗം, ഇങ്ങനെ പറഞ്ഞ് യാഗങ്ങൾ കൊടുത്തു. അതനുസരിച്ച് അവര് യാഗങ്ങൾ കഴിക്കുകയും ആ ഒരു മൃഗത്തിന്റെ മേളിൽ പാപങ്ങളെ കൊണ്ടുവന്ന് ചുമത്തിക്കൊണ്ട് കൈകൾ വെച്ച് അതിനെ വെളിപ്രദേശത്തേക്ക് വിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് ലേവ്യ പുസ്തകത്തിൽ കാണാം. അങ്ങനെ പാപത്തിന്റെ പരിഹാരം ചെയ്തുവെങ്കിലും വീണ്ടും പാപം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും പാപം ഉണ്ടായി. ഇതിനൊക്കെ പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ കാൽവറിയിൽ നമ്മുടെ സകല പാപത്തിന്റെയും പരിഹാരമായി കർത്താവായ യേശുക്രിസ്തു ഏകയാഗത്താൽ ഇതിന് പരിഹാരം വരുത്തി. എങ്കിലും നമ്മുടെ ക്രിസ്തീയ സഭകൾ പിന്നിങ്ങോട്ട് വന്നപ്പം ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ അനുയായികളായിട്ടുള്ളവരെ അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പം അവർക്ക് ഈ യേശുക്രിസ്തുവിന്റെ ഈ പാപപരിഹാര യാഗത്തിൽ മാത്രം അങ്ങോട്ട് തൃപ്തി വരുന്നില്ലാത്തൊരവസ്ഥ വന്നു. ആ തൃപ്തി വരാതെ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് മെയിൻ ലൈൻ ചർച്ചസ്, അതായത് കത്തോലിക്ക സഭയൊക്കെ അതിന് കൺഫെഷൻ, അതായത് നമ്മൾ പാപത്തിന്റെ പരിഹാരമായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തുവിന്റെ യാഗം മാത്രം പോരാ, നമ്മൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി കുറ്റങ്ങളെ ഏറ്റുപറയണം എന്നുള്ള നിലപാടിലേക്ക് വരികയും അതിന് അവർ കുമ്പസാരം എന്നുള്ള പേരിട്ട് കുമ്പസാരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടാക്കുകയും ചെയ്യും. നമുക്ക് അറിയാം, ഇന്ന് മെയിൻ ലൈൻ ചർച്ചസിലൊക്കെയും കുമ്പസാരം എന്ന് പറയുന്നത് ഒരു പ്രധാന ഒരു പരിപാടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളൊരു കുടുംബം മുഴുവൻ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിൽ ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ ചെറുപ്പം തൊട്ട് സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടും നമ്മൾ മുതിർന്നവർ പാലിച്ചു വരുന്ന ഒരു പ്രക്രിയയായിരുന്നു കുമ്പസാരം എന്ന് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പോയി കുമ്പസാരിക്കാം. അതിന് കുറച്ചുകൂടെ അവർ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു മെത്തേഡ് വന്നു, തലയ്ക്ക് പിടിക്കുക എന്ന് പറയുന്ന പരിപാടി. അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു വിട്ട് കഴിയുമ്പം നമുക്ക് പാപത്തിന്റെ പരിഹാരം ഉണ്ടായി എന്നുള്ളൊരു ചിന്താഗതി അന്ന് ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനെല്ലാം പിന്നീട് വന്ന് വേറൊരു ഇതെന്നാന്ന് ചോദിച്ചാൽ വർഷത്തിലൊന്ന്, അതായത് കഷ്ടാനുഭവ ആഴ്ച എന്ന് പറയുന്ന ആ നോമ്പിന്റെ, ഇപ്പൊ നോമ്പിന്റെ കാലമാണ്, 40 നോമ്പിന്റെ കാലമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അവസാനത്തെ 10 ദിവസങ്ങൾ, ലാസ്റ്റ് ആഴ്ച, അതായത് ഓശാന ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളില് എന്ത് സംഭവിക്കുന്നു? ഈ കഷ്ടാനുഭവാഴ്ചയായിട്ടാണ് പറയുന്നത്. അന്ന് ഭക്തി അങ്ങ് കൂടും, സ്വാഭാവികമായിട്ട് ആചാരങ്ങൾ കൂടുന്നു, പള്ളിയിൽ പ്രാർത്ഥനയുടെ ആധിക്യം കൂടുന്നു. അപ്പം അങ്ങോട്ട് വരുന്ന സമയത്താണ് ഒരു പെസഹ ദിവസം വരുന്നുണ്ട്. പെസഹയ്ക്ക് മുമ്പായിട്ട് എല്ലാവരും കുമ്പസാരിക്കണം എന്നുള്ളൊരു അലിഖിത നിയമം, എനിക്ക് തോന്നുന്നത് ലിഖിതമായിട്ട്, അതങ്ങനെ നിയമമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ അലിഖിതമായിട്ട് ഒരു നിയമം ഈ സഭകളിലൊക്കെ ഇന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ തലേ ദിവസങ്ങളിൽ പോയി ചെന്ന് ക്യൂ നിന്ന് ആണ് വരുന്നത്. അവിടെ പോയി അച്ഛൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയും, കുമ്പസാരം.
അതൊക്കെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അച്ഛൻ്റെ മുമ്പിൽ പോവുക, അലോൺസ് നിന്നിട്ട് നമ്മൾ നമ്മുടെ പാവങ്ങൾ പറയും. അച്ഛൻ പറയും പറഞ്ഞോളാൻ പറയും. നമ്മളെന്താ പറയുന്നത്? നമുക്ക് അച്ഛൻ്റെ മുമ്പിൽ എല്ലാ കാര്യവും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും, അച്ഛൻ ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് 2-3 പാപത്തെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ പറയും ഈ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ 2 പ്രാവശ്യമല്ലേ അല്ല 3 പ്രാവശ്യമല്ലേ എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കും. നമ്മൾ ചെന്നത് അവിടെ നിന്ന് തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കുർബാന കൊള്ളും. ഇതാണ് ആ ഒരു നിയമം. അവിടെ ഒരു പാപത്തിൻ്റെ മോചനം എന്നുള്ള നിലയിലാണ് വരുന്നത്. ഇത് ആരാണ് മോചിച്ചത്? നമ്മൾ ചെല്ലുന്ന അച്ഛനാണ് അല്ലെ. നമ്മൾ ചെല്ലുന്ന ഏത് സ്വാഭാവികമാണോ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ആ പാപമോചനം ലഭിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഈ കുംഭസാരത്തിൻ്റെതായ ഒരു മെത്തേഡ് ലോകത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. ശരിക്കും അത് ദൈവവചന പ്രകാരമാണോ? അങ്ങനെ ഒരു കുംഭസാര മെത്തേഡ് ലോകത്തിലുണ്ടോ? അത് ദൈവവചനത്തിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടോ? നമുക്ക് ഈ പാപത്തിന്റെ മോചനം തരാൻ ആരെ കൊണ്ടാണ് പറ്റുന്നത്? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് 2-ാം അധ്യായത്തിന്റെ ആദ്യം തൊട്ട് നോക്കുമ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതാണ്. പുരുഷാര നിമിത്തം അവന് സമീപിച്ചുകൂടായികയാൽ അവർ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അവിടെ പാപത്തിന് ക്ഷമ കൊടുക്കുന്ന ആരാണ്? യേശുക്രിസ്തുവാണ്. ആ കാലത്തും നമ്മളിപ്പം പറഞ്ഞ വിഷയം ഇവിടെ ഉണ്ടാകുകയാണ് എന്നത്. അവിടെ ചില ശാസ്ത്രമാർ എഴുതുന്ന ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്നവൻ ആർ? ന്യായപ്രമാണ പ്രകാരം ഈ പാപങ്ങളെക്കുറിച്ച് യാഗങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പറയുന്നത് ഈ പാപങ്ങൾക്ക് യാഗം ചെയ്യുമ്പോൾ യാഗത്തിൽ കൂടെ ദൈവം ഇതിൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ അത്ഭുതപ്പെടുന്നത്. യേശുക്രിസ്തുവിന് എങ്ങനെയാണ് ഈ അധികാരം ലഭിച്ചത്? ആ പാപം യേശുക്രിസ്തു പറയുന്നതിനാണ്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അതൊരു ഓർഡറാണ്. മോചിച്ചു. കർത്താവ് പറയുന്നത് നിനക്കത് നിന്റെ പാപത്തെ ഞാൻ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അങ്ങനെ പാപത്തെ ഇല്ലാതാക്കുവാൻ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുംഭസാരത്തിന് കഴിയുമോ? ഒരിക്കലും ഒരു കുംഭസാരത്തിന് കഴിയില്ല. അവിടെ ഒരു ഏറ്റുപറച്ചിലുകൊണ്ട് അതങ്ങനെ ചെയ്യാനായിട്ട് ദൈവവചനം പറയുന്നുമില്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഇതിനെ അവർ പറയുന്നത് അത് ദൈവദൂഷണമായിട്ടാണ് അവർ തന്നെ ചിത്രീകരിക്കുന്നത്. ആരാണ്? ശാസ്ത്രിമാർ. അങ്ങനെ ഒരു പാപം മോചിച്ചു കൊടുക്കുവാൻ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് പറ്റില്ല. ഇത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോമാലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. അപ്പം അവിടെ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണ ലംഘനം ഉണ്ടാകുമ്പോൾ അവിടെ പാപം ഉണ്ടാകും. ആ പാപം അതിൻ്റെ 3-ാം അധ്യായം, റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അവിടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്ന 613 കൽപ്പനകളും, അതായത് 10 കൽപ്പന, അതിന്റെ പിന്നത്തെ ഉള്ള ഡിവിഷൻസ് ആണ് 613 കൽപ്പനകളായിട്ട് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കൽപ്പനകളാൽ ഒരു ജഡവും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. നീതീകരിക്കുന്ന ആരാണ്? നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ട്, ദൈവത്തെ കൊണ്ട് മാത്രമേ സാധ്യമുള്ളൂ. എന്നാൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരിടത്ത് പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു നിയമം പറഞ്ഞു 9 മണിയാകുമ്പോൾ സ്കൂൾ ആരംഭിക്കും, ആ സമയത്ത് നമ്മൾ വരണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വരുന്ന ആ കുട്ടികൾക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ശിക്ഷയ്ക്ക് അവർ അർഹരാകുന്നത്? ആ ശിക്ഷയ്ക്ക് അവർ അർഹരാകുന്നത് ആ
സ്ഥാപനം 9 മണി എന്നുള്ള ടൈം അവിടുത്തെ എൻട്രി ടൈമായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അതിന് ശിക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നിയമം ഉണ്ടായിടത്താണ് നിയമത്തിൻ്റെ ലംഘനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ പരിജ്ഞാനം വരുന്നത്. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ഇന്നത് ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. നമുക്ക് ഇതിന് പരിഹാരമായിട്ടാണ് ഇന്ന് ലോകത്തിൽ എന്ത് ചെയ്യുന്നത്? ഇവിടെ എല്ലാവരും ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ എളുപ്പമായിട്ട് ഇത് എങ്ങനെ പരിഹരിക്കും? അതായത് പാപത്തെക്കുറിച്ചുള്ള അവൻ്റെ ബോധ്യമുണ്ട് ഉള്ളിൽ. അവൻ തെറ്റ് ചെയ്തു, കുമ്പസാരിക്കാൻ ചെന്ന് അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കൺഫെക്ഷനായിട്ട് എടുക്കുമ്പോഴും നമുക്ക് അറിയാം ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അറിയാം. ഇത് പറയുന്ന അച്ഛനും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഇതെല്ലാം കഴിഞ്ഞ ഒരു ചടങ്ങ് പോലെയാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു വന്ന പോലെ ഇത് തിരക്കങ്ങോട്ട് കൂടി കഴിയുമ്പം അച്ഛൻ ഇതൊന്നും കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു ക്യൂ അങ്ങോട്ട് നിർത്തി എല്ലാവരും തല വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി ചെന്ന് കുർബാന എടുത്തോളാൻ പറയും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചടങ്ങുകളായി മാറി. എന്താണ് റിയലായിട്ടുള്ളത്? റിയലായിട്ടുള്ളതെന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതി, പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ദൈവം നീതീകരിക്കുന്നത് ഒരു യാഗത്താലല്ല. അവിടെ വരുന്നത് ശരിയായിട്ടുള്ള പാപപരിഹാരം ആർക്ക് കൊടുക്കാൻ കഴിയും? അതാണ് നമ്മൾ മുമ്പ് വായിച്ചത്. ആർക്കാ പറ്റുന്നത്? യേശുക്രിസ്തുവിന് മാത്രം. ലൂക്കോസിന്റെ 5:24 5-24 അധ്യായം 21 വാക്യത്തിൽ വീണ്ടും പറയുന്നു, ശാസ്ത്രന്മാരും പരീക്ഷന്മാരും ദൈവദോഷം പറഞ്ഞവനാർ ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവർ ആർ? അതിനകത്ത് യേശുക്രിസ്തു തന്നെ മറുപടി പറയുന്നതായിട്ടുണ്ട്. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു, എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നു, ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോടെ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടത്തുക എന്ന് പറയുന്നു. അവിടെ അതേ നേരത്തെ പറഞ്ഞ അതേ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന് മാത്രമേ ഈ പാപങ്ങളെ മോചിക്കുവാനുള്ള അവകാശവും അധികാരമുള്ളൂ. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോഴും ഒക്കെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ തന്നെ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന പല സഭകളും അവിടെ യേശുക്രിസ്തു മുഖാന്തരമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ അത്ഭുതങ്ങളിലേക്കും രോഗശാന്തിയിലേക്കും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരോടൊപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ എന്താണ് ദൈവത്തെ കൊണ്ട് സാധ്യമായ ഒരു കാര്യം? ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കൊണ്ട് സാധ്യമായ കാര്യം എന്ന് പറയുന്നത് 5:31 പറയുന്നുണ്ട്, യേശുവോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത്. അപ്പൊ ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പോൾ ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ പാപത്തിന്റെ പരിഹാരത്തിനെ കുറിച്ചല്ല അവര് ലോകപരമായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക അവസ്ഥകളെ, ശരീരത്തിന്റെ അവസ്ഥകളെ, നമുക്ക് ഏറ്റവും അവസ്ഥയാണ് ശരീരത്തിന് വേദനകളും വിഷമങ്ങളും വരുന്നത്. ഈ ശരീരത്തിന് വേദനയും വിഷമവും വരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒരു ആശ്വാസം തന്നിരുന്നെങ്കിൽ, അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു പ്രാർത്ഥനയോ കൊണ്ട് അവിടെ ചെന്നാൽ നമുക്കിതിന് പരിഹാരം ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോരോ പള്ളികളുണ്ട്, പള്ളികളുടെ അവിടെ പോയി ചെന്ന് മാല ഇട്ടാൽ മതി. ഇപ്പം കല്ലൂര് പള്ളിയുണ്ട്, ഞങ്ങളൊക്കെ പണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കല്ലൂര് പള്ളിയുടെ അവിടെ പോയി നമുക്ക് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. കാര്യം നമുക്കൊന്നും അന്ന് ബോധ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത അന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കുറേ ആവശ്യങ്ങളെ ചെന്ന് പള്ളിയുടെ മുമ്പിൽ അവിടെ ചെന്ന് പറഞ്ഞിട്ട് അവിടെ ഈ മാല വിൽക്കുന്നവരുണ്ട്, മെഴുകുതിരി വിൽക്കുന്നവരുണ്ട്, മെഴുകുതിരി എത്തിക്കുക, അല്ലെങ്കിൽ മാല എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ കൊണ്ടിടുക. ഇങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമ്മൾ ലോകപ്രകാരം ചെയ്യുന്നതായ പല കാര്യങ്ങളും അതല്ല യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്നത് ദൈവത്താൽ മാത്രമേ പാപത്തിന്റെ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റോമാലേഖനത്തിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ച പോലെ 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ പറയും, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവിടെ പറയുന്നു, വളരെ വ്യക്തമായിട്ട് പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പിന്നെ നമുക്ക് എന്താണ് അതിനുള്ള മാർഗം?
അതിന്റെ താഴേക്ക് പറയുകയാണ്, അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ നീതീകരിക്കപ്പെടുന്നത്. നമുക്ക് സൗജന്യമായി കിട്ടുന്ന ഒന്നിനോടും യാതൊരു പ്രതിബദ്ധതയില്ല, വലിയ താല്പര്യമില്ല. ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് നമ്മള് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോഴും നമുക്ക് പറയുവാനുള്ള ഏക ഇതെന്ന് പറയുന്നത്, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ലോകത്തിലുള്ള ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു പ്രസ്ഥാനത്തിനും അതിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. ആകപ്പാടെ വരുത്തുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ആ കർത്താവിലേക്ക് വന്നാൽ ആ കർത്താവ് എങ്ങനെയാണ് പാപത്തിന്റെ പരിഹാരം ചെയ്യുന്നത്? അവൻ തന്റെ രക്തത്താൽ, അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? അതിൽ 24 വാക്യം, 3-ാം അധ്യായത്തിന്റെ 24, തന്റെ കൃപയാൽ യേശുക്രിസ്തുവിലേക്കുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. നമുക്കറിയാം, ഇതാണ് നമുക്ക് പറയാനുള്ള സുവിശേഷം. യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ്? നിന്റെ പാപത്തിന്റെ പരിഹാരമായി പാപമില്ലാത്തതായ കർത്താവ് നിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് അവൻ കുരിശിന്മേൽ കയറി നിന്റെ പാപത്തിന്റെ പരിഹാരം ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലാത്തത് കൊണ്ട് ഇവിടെ അത് നിവർത്തിക്കപ്പെടുക ചെയ്യുന്നത്. വീണ്ടും നമ്മുടെ ചിന്തയിലേക്ക് വരുന്നൊരു കാര്യം, നമ്മുടെ ഈ പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വരുത്തി. പിന്നെ നമ്മൾ പാപം ചെയ്യുന്നുവെങ്കിലോ ഈ പാപത്തിന്റെ പരിഹാരം എന്തായിരിക്കും? നമ്മുടെ ഇടയിൽ ചില ആൾക്കാർ ചില പഠിപ്പിക്കലുകളുണ്ട്. ഞാൻ അതിനോട് യോജിച്ചില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നതെന്ന് മാത്രം. ഇവിടെ നിന്ന് തന്നെ, ഈ പുൽപ്പെട്ടിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പാപത്തെ കുറിച്ചുള്ള ബോധ്യം പ്രായം ചെന്ന് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർക്കുണ്ടാവും. കാര്യം പ്രായം ചെല്ലുന്നതോറും നമ്മുടെ യാത്രയുടെ അന്ത്യമായി മരണത്തോടടുക്കുന്നു എന്നുള്ള ഒരു വിചാരം വരുമ്പോൾ എങ്ങനെയായാലും നമ്മുടെ പാപത്തിന് പരിഹാരം കർത്താവ് വരുത്തിയത് ശരിയാണോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൊണ്ടാണെന്ന് തോന്നുന്നു. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനത് ഒരാളിൽ നിന്നല്ല, പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഞാൻ ചെയ്ത പഴയ പാപങ്ങളൊക്കെ എഴുതി വെക്കും, എന്നിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും എന്ന് പറയുന്നു. ശരിക്കും അതിന്റെ ഒരു ആവശ്യകതയുണ്ടോ? നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്തിട്ട് അതിന് ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടതായ ആവശ്യമുണ്ടോ? അത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. ഞാൻ ചെയ്ത പാവങ്ങളൊക്കെ ഓരോന്നായിട്ട് ഏറ്റുവാണ്. നമ്മൾ ലോകപ്രകാരം നോക്കിയാൽ ഒരു ജഡ്ജിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ജഡ്ജിന്റെ മുമ്പിൽ നമ്മൾ ന്യായനീതി പീഠത്തിന്റെ മുമ്പിൽ നമ്മൾ സകല പാവങ്ങളെ കുറിച്ചും അവർ ഒന്നുകിൽ തെളിവുകൾ വെച്ചിട്ട് സാക്ഷികളെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവര് പോലീസിൽ നിന്നുള്ള എവിഡൻസ് വെച്ചിട്ടാണ് അവിടെ വാദിക്കുന്നത്. കർത്താവിന്റെ മുമ്പിൽ ഈ വാദത്തിന്റെ ആവശ്യമുണ്ടോ? അതായത് കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പക്ഷപാതം അവനോട് പറയുന്നത് എന്നാണ്? നിന്റെ പാപത്തെ മോചിച്ചു തന്നിരിക്കുന്നു എന്നാ പറയുന്നത്. അല്ലാതെ അവനോട് പറയുന്നില്ല നിന്ന പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നില്ല. സ്ത്രീയോട് കർത്താവിന്റെ തൊങ്ങലിൽ വന്ന് തൊട്ട, ഇപ്പൊ ഇതിനകത്ത് നമ്മള് ബൈബിളിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കർത്താവ് ഇതുപോലെ പാപങ്ങളെ ക്ഷമിച്ചു തന്നിരിക്കുന്നു പറയുന്ന ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ അവിടെ ഒന്നും അവരുടെ പാപത്തെ കുറിച്ച് കർത്താവ് എടുത്തെടുത്ത് പറയുന്നില്ല. നീ ഇന്ന പാപം ചെയ്തു എന്ന് പറയുന്നില്ല. കർത്താവിന് ഒറ്റ കാര്യമുള്ളൂ, പാപത്തെ മോചിച്ചു തന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം മൂലം ആ മരണത്തിൽ അവന്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാപത്തെ 100% മോചിച്ചു തന്നിരിക്കുന്നു. അവിടെ നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളും നമ്മൾ ഏറ്റുപറയേണ്ട കാര്യങ്ങൾ അവിടെ ഇല്ല. നമ്മുടെ ഏറ്റുപറച്ചിൽ എന്താണ്? ഒറ്റ ഏറ്റുപറച്ചിലുള്ളൂ, കർത്താവേ ഞാൻ പാപിയാണെന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന്റെ പരിഹാരമായി നീ എനിക്ക് വേണ്ടി പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി ആ മരണത്തിൽ ഞാൻ വിശ്വസിക്കുകയും നിന്നിൽ ഞാൻ വിശ്വസിക്കുകയും നിന്നെ എൻ്റെ മകനാക്കണമേ എന്നുള്ള നമ്മുടെ ഒരു ഒറ്റ പ്രാർത്ഥനയാൽ നമുക്ക് പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു വരുത്തി നിത്യമായി നമുക്കത് മോചിച്ച് തന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പാവങ്ങളെ ഇങ്ങനെ നമ്മൾ അയവർക്കി ഓർത്ത് എഴുതി വെച്ച് അതിന് ഓരോന്നിനെയും വെച്ച് പ്രാർത്ഥിക്കേണ്ടതായ ഒരു കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്തനീയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചർച്ചയ്ക്ക് നമുക്ക് യൂത്തിലോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നമ്മുടെ ബൈബിൾ ഡിസ്കഷൻ ഉണ്ട്, ആ സമയത്ത് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അങ്ങനെയുള്ളൊരു കാര്യമേ ഇല്ല. കർത്താവ് മോചിച്ചു എന്ന് പറഞ്ഞാൽ മോചിച്ചു. എന്നാൽ മറ്റൊരു വിഷയം വരുന്നുണ്ട്. നമ്മൾ റോമാലേഖനം തന്നെ നമ്മൾ വായിച്ചിട്ട് അതിലേക്ക് പോകാം.
റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ തന്നെ ദൈവം തന്റെ പുറമേ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്ത് ആകെ പ്രശംസയോടെ എവിടെ അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. വിശ്വാസത്താലാണ് നമുക്കിത് ലഭിച്ചത്. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അവിടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല. ന്യായപ്രമാണം എന്താണ്? നമ്മൾ പ്രവർത്തിച്ച് അതിന് പരിഹാരം നേടാൻ നോക്കുകയാണ്. നമ്മൾ യാഗം ചെയ്യുന്നു, പരിഹാരം ഉണ്ടാകുന്നു, പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്നു, ബിംബത്തിൽ പോയി മാലയിടുന്നു, പള്ളിയുടെ മധുവായോ അല്ലെ കുരിശുംതൊട്ടിയിലോ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇതുകൊണ്ടൊന്നും നമ്മുടെ പാപത്തിന്റെ പരിഹാരമാകുന്നില്ല. നമ്മുടെ വിശ്വാസത്താൽ, അതിന്റെ 30-ാം വാക്യത്തിൽ അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്തിൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. അവൻ ആരെയൊക്കെ നീതീകരിക്കുന്നത്? യഹൂദനെ നീതീകരിക്കുന്നു, ജാതികളായിട്ടുള്ള, അതായത് യഹൂദ വിശ്വാസത്തിൽ അല്ലാത്തവരെയും ന്യായപ്രമാണത്തിന്റെ കീഴിലല്ലാത്തവരെയും നീതീകരിക്കുന്നു എന്നിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമല്ല. ന്യായപ്രമാണം ഉറപ്പിക്കത്ര ചെയ്യുന്നത്. അവിടെ വീണ്ടും ഒരു കൺഫ്യൂഷൻ വരുന്നു. ഇതിലാണ് ആൾക്കാർ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് കുമ്പസാരം എടുത്തു വെച്ചത്. എന്താണ്? ന്യായപ്രമാണത്തെ ദുർബലമാക്കുക. അപ്പൊ ന്യായപ്രമാണം ദുർബലമായി പോകുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ ദൈവം തന്നിട്ട് ഒറ്റ വിശ്വാസത്താൽ ഇതെല്ലാം അങ്ങ് സാധിക്കുമെന്ന് പറയുന്നത്. എന്നാ പിന്നെ ഇരിക്കട്ടെ കുറച്ച് കാര്യങ്ങൾ, എന്നാ വന്നിട്ട് പാവങ്ങളെയൊക്കെ നേരിട്ട് പറയാം. പണ്ട് ആടിനെ യാഗം അർപ്പിക്കായിരുന്നു, യാഗമൊക്കെ മാറിപ്പോയി. എന്നാൽ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ പാവങ്ങളെ എൻ്റെ അടുത്ത് ഏറ്റു പറ എന്നുള്ള ആ ഒരു കണക്ക് വെച്ചിട്ട് ആണ് പിന്നെ ഇത് മുമ്പോട്ട് പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. നമുക്ക് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പത്രമേശയുടെ സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം, 28-29. അവിടെ എന്താ പറയുന്നത്? മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോട് ശിക്ഷാവിധിയിൽ അടർപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഈ സബ്ജക്റ്റ് ഇനിയും പോകുമ്പോൾ ബാലശിക്ഷയിലേക്ക് പോകും. അത് വേറൊരു സബ്ജക്റ്റാണ്, അതിലേക്ക് പോവുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം, അല്ല പിന്നെ ചിന്തിക്കാം, നമ്മുടെ ഡിസ്കഷനിലേക്ക് അത് കൊണ്ടുവരാം. നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യം, അതായത് മനസ്സാക്ഷിയിൽ നമുക്ക് ചില തെറ്റുകൾ നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അത് നിരപ്പ് പ്രാപിക്കാൻ ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ക്ഷമിച്ചതും നമ്മളെ കരുതിയതും സ്വീകരിച്ചതും എവിടെയാണെന്ന് ചോദിച്ചാൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ എങ്ങനെ ലജ്ജ കൂടാതെ നിൽക്കേണ്ടതിന്. നമ്മുടെ വീണ്ടെടുപ്പെന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. സ്വർഗത്തിലേക്ക് നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുമ്പോൾ ക്രിസ്തു മൂലം നമ്മളെ കാണുമ്പോൾ, കർത്താവ് യേശുക്രിസ്തു മൂലമാണ്, അല്ലെ അത് മുഖാന്തരമാണ് നമുക്ക് അവിടെ പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. കർത്താവിന്റെ കൂടെ നമ്മളൊന്ന് പോവുക സ്വർഗത്തിലേക്ക്, നമ്മളെ എടുക്കപ്പെടുന്നു, നമ്മൾ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടക്കുകയാണ്. അവിടെ കുറ്റവും കുറവുകളും ഒന്നും നോക്കുന്നില്ല. നമുക്ക് വേണ്ടി സകലവും അവന്റെ രക്തത്താൽ കളിച്ച് നമ്മളെ ശുദ്ധരാക്കി തീർക്കും. ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളവർ കുമ്പസാരത്തിന് വേണ്ടി പോകേണ്ടി വരും. കാര്യം അവരുടെ കുറ്റബോധം. എന്നാൽ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് തന്നെ താൻ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. അതുകൊണ്ടാണ് മറ്റ് ലേഖനങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് പാപം ചെയ്യാത്തവരാരുമില്ല. കുഞ്ഞുങ്ങളെല്ലാം പാപം ചെയ്തുവെങ്കിലോ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയാൻ നമുക്ക് അവനോട് പറയാം. നമുക്ക് ദൈവത്തോട് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് നിരപ്പ് പ്രാപിക്കാൻ അതിനൊരു അച്ഛൻ്റെയോ മറ്റൊരു മീഡിയേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല, ഒരു കോൾ സെൻ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ നമുക്കിടയാകണം. അതുകൊണ്ട് നമുക്കുള്ള വൈദ്യൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്.
അവനിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തെ കൊടുക്കാം. കർത്തൃമേശ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അവനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം, എനിക്ക് എൻ്റെ കുറവുകളും എല്ലാം കർത്താവെ നീ അറിയുന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെത്താൻ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഭാഗവാക്കുകളാകുവാൻ ദൈവം ഒരു ബൈബിളിൽ കൂടെ തന്നെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാം. അതിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാണ്.